എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ബാക്കി വന്ന ചപ്പാത്തിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയുടെ വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഈ ചാനലിനെ കുറിച്ചൊന്ന് പറയാം. ഈ ചാനലിൽ 2 മുതൽ 4 മിനിറ്റ് ദൈർഘ്യമുള്ള കുക്കിംഗ് വീഡിയോസാണ് ഇടാറ്. വീഡിയോസ് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഈ ചപ്പാത്തി റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ക്യാബേജ് കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചതാണ്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും. ഇതെല്ലാം കൂടെ ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ക്രിസ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ കൂട്ട് ഒരു 75% വഴണ്ടി വന്നതും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് മാഗി മസാല ചേർത്താണ്. ഈ മാഗി മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ഗരം മസാലയും ചേർത്താം. പക്ഷേ മാഗി മസാല ആഡ് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇത്രയും മതിയാവും. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ചിലപ്പോൾ ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് വീണ്ടും അത് വഴണ്ടി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയത്. ഇനി ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു സൈഡ് വെന്ത് വന്നതും അത് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ 2 സൈഡും ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ചപ്പാത്തി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് തിരിച്ചിടുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ട് നീളത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇതിപ്പോൾ നല്ല ചൂടായതുകൊണ്ടാണ് ഞാനിപ്പോൾ ചട്ടുകൊക്കെ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്യേണ്ടി വന്നത്. നിങ്ങൾ ചൂടാറിയതിന് ശേഷം നന്നായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.